أعوذ بالله من الشيطان الرجيم إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള തജ്വീദ് പഠിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കേട്ട ആയത്ത് സൂറത്തുൽ ബയ്യിനയിലെ 6-ാമത്തെ വചനമാണ്. ഈ 6-ാമത്തെ വചനത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഒരു തജ്വീദിൻ്റെ നിയമം നമ്മൾ പഠിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നൂനുസാക്കിന്, എന്താണ് തൻവീൻ. തജ്വീദ് പരമായിട്ട് നൂനുസാക്കിനെയും അഥവാ സുക്കൂനുള്ള നൂനും അതേപോലെ തന്നെ തൻവീനും ഒന്നാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന തജ്വീദ് നിയമം മിൻ അഹ്ലിൽ കിതാബി. ഈ ആയത്തിൻ്റെ തുടക്കം കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും മിൻ അഹ്ലിൽ കിതാബി. അവിടെ മിൻ എന്നുള്ളിടത്ത് സുക്കൂനുള്ള നൂന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പലയിടത്തും അത് കാണാറില്ല. അതിൻ്റെ ചില നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ നൂന് വെളിവാണ്. മിൻ അഹ്ലി എന്നാണ്. മിൻ അഹ്ലി. അതേപോലെ തന്നെ തൻവീൻ നിയമപ്രകാരമാണെങ്കിൽ റസൂലുൻ അമീൻ. റസൂലുൻ അമീൻ. റസൂലുൻ എന്ന് പറയുന്നിടത്ത് നൂന് വെളിവാകണം, അല്ലേ? ശരി. നൂനുസാക്കിനക്ക് ശേഷമോ തൻവീനിന് ശേഷമോ റസൂലുൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് തൻവീനാണ്. ലുൻ എന്ന് പറഞ്ഞാൽ അവസാനം എന്താണ്? തൻവീനാണ്. അതിനുശേഷം ഹംസ വന്നാൽ അവയെ നമ്മൾ ഇദ്ഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം, അഥവാ വെളിവാക്കണമെന്നാണ്. സുക്കൂനുള്ള നൂനിനെ നമ്മൾ വെളിവാക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? മിൻ അഹ്ലി എന്നുള്ളത് അതുകൊണ്ടാണ് വന്നത്. നൂനുസാക്കിനക്ക് ശേഷം അതേപോലെ തന്നെ തൻവീന് ശേഷം ഹംസ വന്നാൽ, അതേപോലെ തന്നെ വേറൊരു 5 അക്ഷരം കൂടിയുണ്ട്. ആ 5 അക്ഷരം 6 അക്ഷരങ്ങളാണ്. മനസ്സിലായി? ഇദ്ഹാറിൻ്റെ 6 അക്ഷരങ്ങളാണുള്ളത്. ആ 6 അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അവ എന്താണ്? വെളിവാകും. അത് ഹംസ ഹ, ഐന് ഹ, ഗൈന് ഖ. മനസ്സിലായോ? ആ 6 അക്ഷരങ്ങളാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും അത് പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാനതിൽ വിടുന്നതാണ് ഇൻഷാ അല്ലാഹ്.